വെൽക്കം ബാക്ക്. ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററുടെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കണ്ണിന്റെ ഘടനയെ കുറിച്ചായിരുന്നു. കണ്ണിന്റെ ഘടന നമ്മൾ 17 ഭാഗങ്ങൾ വരയ്ക്കാനും അതിനെ അടയാളപ്പെടുത്താനും അവയുടെ സവിശേഷത, ധർമ്മം അഥവാ ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നമുക്ക് പറയാനുള്ളത് കണ്ണുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധിക്കട്ടോ. ഒന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ണിന് എങ്ങനെയാണ് പ്രകാശ ക്രമീകരണം നടത്താനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, എല്ലാ സമയത്തും നമ്മളെ കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ അളവ് ഒരേപോലെയല്ല. ഇപ്പൊ നട്ടുച്ച സമയത്തും വൈകുന്നേര സമയത്തും, ഉച്ച സമയത്ത് ഒരുപാട് പ്രകാശം കണ്ണിലേക്ക് വരുന്നുണ്ട്, വൈകുന്നേര സമയത്ത് വളരെ കുറച്ച് പ്രകാശം കണ്ണിലേക്ക് വരുള്ളൂ. ഈ രണ്ട് സമയത്തും കണ്ണ് ഒരേപോലെയാണോ വേണ്ടത്? അല്ലയോ? അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ച സമയത്ത് അമിതമായിട്ട് പ്രകാശം കണ്ണിലേക്ക് വരികയാണ്. ആ പ്രകാശം ഒന്നായിട്ട് കണ്ണിലേക്ക് അടിച്ചു കയറി കഴിഞ്ഞാൽ കണ്ണിനുള്ളത്തെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹി കോശങ്ങൾ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്, കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീവ്രത ഏറിയ പ്രകാശം കണ്ണിലേക്ക് വരികയാണെങ്കിൽ ആ പ്രകാശത്തിന്റെ തീവ്രത കുറക്കണം, ലൈറ്റിന്റെ അളവ് കുറക്കണം. എന്നാൽ വൈകുന്നേര സമയത്തോ അല്ലെങ്കിൽ പ്രകാശം വളരെ കുറവായിരിക്കും. മരുഭാഗം കൊടുക്കാൻ നേരത്തെ ആകുമ്പോഴത്തിന് ആകെ ലൈറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ നേരത്ത് ഉള്ള ലൈറ്റ് ഒന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിലോ നമുക്കൊന്നും കാണാൻ പറ്റൂല. അപ്പൊ ഉച്ച സമയത്ത് നമുക്ക് എല്ലാ ലൈറ്റും ഉള്ളിലേക്ക് കയറണമെന്നില്ല, വൈകുന്നേര സമയത്ത് ഉള്ള ലൈറ്റ് ഒന്നായിട്ട് കയറും വേണം. അപ്പൊ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ കണ്ണിൽ സംഭവിക്കുന്നു നമ്മൾ പഠിച്ചിട്ട്, കണ്ണിനുള്ളിലേക്ക് പ്രകാശം കിടക്കുന്നത് കോർണി വഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്യൂപ്പിൾ വഴിയാണ് കയറുന്നത്. അപ്പൊ കണ്ണിനുള്ളിലേക്ക് ഏത് അളവിൽ പ്രകാശത്തെ കടത്തിവിടുന്ന് തീരുമാനിക്കുന്നത് പ്യൂപ്പിളിന്റെ വലിപ്പാണ്. ഒരാൾക്ക് വലിയ പ്യൂപ്പിൾ ആണെങ്കിൽ ഒരുപാട് പ്രകാശം ഉള്ളിലേക്ക് കയറും, പ്യൂപ്പിൾ ചെറുതാണെങ്കിൽ കുറച്ച് പ്രകാശം ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പൊ ഈ പ്യൂപ്പിളിന്റെ വലിപ്പാണ് യഥാർത്ഥത്തിൽ എന്ത് തീരുമാനിക്കുന്നത്? ഏതളവിൽ പ്രകാശം കയറണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ? ഇതാണ് എന്റെ പ്യൂപ്പിൾ എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ പ്യൂപ്പിൾ. ഇതാണ് എന്റെ പ്യൂപ്പിൾ. ആ ഓട്ട പ്യൂപ്പിൾ അല്ല, നമ്മുടെ ഐറിസ് കേട്ടോ. സോറി ഐറിസ്. ഇതാണ് എന്റെ ഐറിസ്. ആ ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരമാണ് ആര്? പ്യൂപ്പിള്. ഇതാണ് ഐറിസ്. ആ ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരമാണ് പ്യൂപ്പിള്. ഇതാണ് ഐറിസ്, കറക്റ്റ് സെന്ററിൽ പ്യൂപ്പിള്. അപ്പൊ ഇതിൽ കൂടെയാണ് ലൈറ്റ് ഉള്ളിലേക്ക് കയറാം. അപ്പൊ ഈ പ്യൂപ്പിള് വലുതായാൽ പ്രകാശം ഒരുപാട് കയറും. പ്യൂപ്പിള് ചെറുതാണെങ്കിൽ പ്യൂപ്പിള് വലുതാണെങ്കിൽ ഒരുപാട് പ്രകാശം ഉള്ളിലേക്ക് കയറും. അത്രയും സ്ഥലത്ത് കൂടെ കയറാലോ. പ്യൂപ്പിള് ചെറുതായാൽ കുറച്ച് പ്രകാശം ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പൊ പ്യൂപ്പിളിന്റെ വലിപ്പാണ് യഥാർത്ഥത്തിൽ എന്ത് തീരുമാനിക്കുന്നത്? ഏതളവിൽ പ്രകാശം കയറാൻ തീരുമാനിക്കുന്നത്. പ്യൂപ്പിളിന്റെ വലിപ്പം ആരാ മക്കളെ തീരുമാനിക്കണേ? ഈ ഐറിസ് അല്ലേ? ഐറിസ് നന്നായിട്ട് പരന്നു വന്നാൽ പ്യൂപ്പിൾ ചെറുതായിരിക്കും. ഐറിസ് ഒന്നായിട്ട് ചുരുങ്ങി പോയാൽ പ്യൂപ്പിൾ വലുതായിരിക്കും. അപ്പൊ ഈ ഐറിസിന്റെ വീതി എത്ര വരുന്നു? ഇതാണ് യഥാർത്ഥത്തിൽ എന്തിനെ തീരുമാനിക്കുന്നത്? പ്യൂപ്പിളിന്റെ വലിപ്പത്തെ തീരുമാനിക്കുന്നത്. പ്യൂപ്പിളിന്റെ വലിപ്പാണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഏതാണ് പ്രകാശം കയറാൻ തീരുമാനിക്കുന്നത്? നമ്മുടെ ഐറിസ് നോക്കിയാലേ അതിൽ 2 ടൈപ്പ് പേശികൾ കാണാം. എന്ത് കാണാം? 2 ടൈപ്പ് പേശികൾ കാണാം. ഏതൊക്കെ 2 ടൈപ്പ് പേശി ആയിരുന്നു? ഒന്നാമത്തെ ടൈപ്പ് പേശി കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കാണപ്പെടുന്ന ഒരുപാട് പേശികൾ. അത് ഐറിസിന്റെ ബാഹ്യഭാഗത്ത്. ഐറിസിന്റെ ബാഹ്യഭാഗത്ത് മുഴുവൻ ഇങ്ങനെ കാണുന്ന പേശികളാണ്. ഐറിസിന്റെ ആന്തരഭാഗത്ത് മുഴുവൻ ഇങ്ങനെ കാണുന്ന പേശികളാണ്. ഇങ്ങനെ 2 ടൈപ്പ് പേശികളാണ് ഐറിസിലുള്ളത്. ഇതാണ് പ്യൂപ്പിൾ കേട്ടോ. ഈ പേശികളെ വിളിക്കുന്ന പേരാണ് റേഡിയൽ പേശി. എന്താ വിളിക്കുക? റേഡിയൽ പേശി. എന്താ വിളിക്കുക? റേഡിയൽ പേശി. റേഡിയൽ മസിൽസ്. എന്നാൽ ഈ വട്ടത്തിൽ കാണുന്ന ഈ പേശികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വലയപേശികൾ. എന്താ വിളിക്കുക? വലയപേശികൾ. ഇംഗ്ലീഷിൽ പറയും സർക്കുലാർ മസിൽസ്. അപ്പം ഐറിസ് നോക്കിയാൽ അത് 2 ടൈപ്പ് പേശികൾ കാണാം. ഒന്ന് റേഡിയൽ പേശി, 2 വലയപേശി. വട്ടത്തിലായതുകൊണ്ടാണ് വലയപേശി. ഇങ്ങനെ ആരങ്ങൾ പോലെ കാണുകൊണ്ടാണ് റേഡിയൽ പേശി എന്ന് പറയുന്നത്. റേഡിയസ്, ആരം. റെഡിയാണോ? അപ്പൊ 2 അവസ്ഥ നമുക്കുണ്ട്. ഒന്നെന്താ? പ്രകാശത്തിന്റെ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ. രണ്ടോ? പ്രകാശ തീവ്രത കുറവായിരിക്കുമ്പോൾ. കുറവ്. പ്രകാശ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ, പ്രകാശ തീവ്രത കുറവായിരിക്കുമ്പോൾ. ഈ 2 സന്ദർഭങ്ങളിലും എന്ത് തരം മാറ്റാണ് ഇവിടെ വരിക?
ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രകാശ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കാറുകൾ? ഇതാണ് നമ്മുടെ ഐറിസ്, ഇതാണ് അതിൽ കാണപ്പെടുന്ന റേഡിയൽ പേശികൾ, ഇതാണ് അതിൽ കാണപ്പെടുന്ന വലയ പേശികൾ, ഇതാണ് എന്ത്? പ്യൂപ്പിള്. പ്രകാശത്തിന്റെ തീവ്രത കൂടുതലായിരിക്കും, എന്താ? ഓവറായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് ഒന്നായിട്ട് കണ്ണിനുള്ളിൽ കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഐറിസിന്റെ വീതി കൂടണം. ഐറിസിന്റെ വീതി കൂടിയിട്ട് എന്ത് ചെയ്യണം? പ്യൂപ്പിളിന്റെ വലിപ്പം കുറയണം. പ്യൂപ്പിളിന്റെ വലിപ്പം കുറയാൻ എന്താ ചെയ്യാറ് നിങ്ങള്? ഇവിടെ കാണുന്ന വലയ പേശികളില്ലേ, ആ വലയ പേശികൾ എല്ലാവരും കൂടി സങ്കോചിക്കും. വലയ പേശി സങ്കോചിക്കാൻ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക? ആ ഒരു വട്ടത്തിലല്ലേ? അപ്പൊ ഇങ്ങനെ സങ്കോചിക്കുന്ന എഴുതാം, നമുക്ക് വരയ്ക്കാം. വലയ പേശികൾ സങ്കോചിക്കും. വലയ പേശികൾ സങ്കോചിക്കുന്നതോട് കൂടെ നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങോട്ട് ചെറുതായിട്ട് വരും. അപ്പൊ പ്യൂപ്പിൾ ചെറുതായാൽ കുറച്ച് പ്രകാശ കണ്ണിലേക്ക് പ്രവേശിക്കുള്ളൂ. അപ്പൊ പ്രകാശ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ ഏത് പേശികൾ? വലയ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു, അഥവാ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പ്യൂപ്പിളിന്റെ വലിപ്പം, ഏതിന്റെ വലിപ്പം? പ്യൂപ്പിളിന്റെ വലിപ്പം കുറയുന്നു. അപ്പൊ കുറച്ച് ലൈറ്റേ എൻ്റർ ചെയ്യുള്ളൂ, കുറച്ച് ലൈറ്റ് കണ്ണിലേക്ക് പ്രവേശിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രകാശ തീവ്രത കുറവായിരിക്കുമ്പോൾ. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ ഐറിസ്, ഇതാണ് അതിന് കാണുന്ന വലയ പേശി, ഇതാണ് റേഡിയൽ പേശികൾ, ഇതാണ് വലയ പേശികൾ, ഇതാണ് നമ്മുടെ പ്യൂപ്പിൾ. പ്രകാശ തീവ്രത കുറവ് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഉള്ളത് മുഴുവൻ കണ്ണിൽ കയറണമെങ്കിൽ പ്യൂപ്പിൾ മാക്സിമം വലിപ്പമാണെന്ന് പറഞ്ഞാല് നമ്മുടെ ഐറിസിന്റെ വലിപ്പം കുറയണം. പ്യൂപ്പിൾ വലുതാവണമെങ്കിൽ ഐറിസ് ചെറുതാവണം. ഐറിസ് ചെറുതാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ഏത് പേശികൾ? റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. റേഡിയൽ പേശികൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ ഇങ്ങോട്ട് കുറയും. ഇത്രയും വീതുണ്ടായിരുന്ന സാധനം ഇങ്ങോട്ട് ചെറുതാവും, ഇങ്ങനെ ചെറുതായിട്ട് വരും. അങ്ങനെ റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. അപ്പൊ ഈ പ്യൂപ്പിൾ ഇങ്ങോട്ട് വികസിച്ച് വരും. ഈ വലിപ്പമുണ്ടായ പ്യൂപ്പിൾ കുറച്ചുകൂടി വലുതാവുന്നു. കാരണം ഇതൊക്കെ വലിഞ്ഞു പോയില്ലേ? അങ്ങനെ വലിയുമ്പോൾ, അഥവാ പ്രകാശ തീവ്രത കുറവായിരിക്കുമ്പോൾ ഏത് പേശികൾ? റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു, അഥവാ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. പ്യൂപ്പിളിന്റെ സൈസ് കൂടുമ്പോൾ കൂടുതൽ ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമ്മളെ കണ്ണിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. എന്തിനനുസരിച്ച്? പ്രകാശ തീവ്രതക്കനുസരിച്ച്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, പ്രകാശ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ വലയ പേശികൾ സങ്കോചിക്കുന്നു, അത് കാരണം പ്യൂപ്പിൾ ചെറുതാവുന്നു, അതുവഴി കുറച്ച് പ്രകാശമേ കണ്ണിലേക്ക് പ്രവേശിക്കുള്ളൂ. പ്രകാശ തീവ്രത കുറവായിരിക്കുമ്പോൾ നമ്മുടെ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, അത് കാരണം പ്യൂപ്പിൾ വലിപ്പം കൂടുന്നു, അത് കാരണം കൂടുതൽ പ്രകാശ കണ്ണിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. റെഡി? ഇനി അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ലെൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടില് കണ്ണിന്റെ ഘടന പഠിച്ച സമയത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ടോപ്പിക്കാണ് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും നമ്മളെ കണ്ണിലുണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ശ്രദ്ധിച്ചോളിട്ടോ മക്കളെ, നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നു, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ എഴുതുന്നു അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ. അടുത്തുള്ള വസ്തു അഥവാ നിയർ ബൈ ഒബ്ജക്റ്റ് എന്നാ പറയാ. അടുത്തുള്ള വസ്തു. അകലെയുള്ള വസ്തു അഥവാ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. അകലെയുള്ള വസ്തു, അടുത്തുള്ള വസ്തു. രണ്ടിലേക്ക് നോക്കുമ്പോഴും പ്രധാനമായും 4 ആളുകൾക്കാണ് മാറ്റം ഉണ്ടാവുക. ഏതൊക്കെയാണ് 4 ആളുകൾ എന്നറിയോ? ഒന്ന് നമ്മുടെ സിലിയറി മസിൽസ്. ഒന്നാരാണ്? സിലിയറി മസിൽസ് അഥവാ സിലിയറി പേശികൾ. 2 നമ്മളുടെ സ്നായുക്കൾ. ആരാണ്? സ്നായുക്കൾ അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും ലിഗമെന്റ്സ്. പിന്നെ ലെൻസിന്റെ വക്രതക്ക് മാറ്റം ഉണ്ടാവും. അഥവാ കർവേച്ചർ ഓഫ് ലെൻസിന് മാറ്റം ഉണ്ടാവും. അതേപോലെ എന്തിനും
ഫോക്കൽ ലെങ്ത്തിനും മാറ്റം ഉണ്ടാവും. ഏതിനും മാറ്റം ഉണ്ടാവും? ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരത്തിനും മാറ്റം ഉണ്ടാവും. ഫോക്കസ് ദൂരം. ഈ 4 ആളുകൾക്കാണ് മാറ്റം ഉണ്ടാവുക. ആർക്കൊക്കെ മാറ്റം ഉണ്ടാവുക? 1 സിലിയറി പേശികൾക്ക് മാറ്റം ഉണ്ടാകും, 2 സ്നായുക്കൾക്ക് മാറ്റം ഉണ്ടാകും, 3 ലെൻസിന്റെ വക്രതക്ക് മാറ്റം, 4 ഫോക്കൽ ലെങ്ത് മാറ്റം. ഈ 4 ആളുകളാണ് നമ്മളെ അടുത്തുള്ള വസ്തുവിനെ നോക്കാനും സഹായിക്കരുത്, അകലുള്ള വസ്തുവിനെ നോക്കാനും സഹായിക്കരുത്. നോക്കട്ടെ, നമ്മള് ഇതാ നോക്കാം. ഞാൻ ലെൻസ് വെക്കണം. ഈ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്നു. അത് അപ്പുറത്ത് പോയിട്ട് കേന്ദ്രീകരിക്കുന്നു. ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഇമേജ് അഥവാ പ്രതിബിംബം രൂപപ്പെടും. ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ പ്രതിബിംബം എന്താണ്? വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് രൂപപ്പെടുക, വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബമാണ് രൂപപ്പെടുക, വസ്തുവിന്റെ തല കുത്തനെയുള്ള പ്രതിബിംബമാണ് രൂപപ്പെടുക. അത് നമ്മൾ സെറിബ്രം നേരെയാക്കാണ് ചെയ്യുക. ഇപ്പൊ ഇതാണ് എന്റെ കണ്ണില് ഞാൻ ഈ ക്യാമറ കാണുന്നത് തല കുത്തനെയാണ്, എന്റെ സെറിബ്രമാണ് ഇതിനെ തല നേരെയാക്കി തരുന്നത്. റെഡിയാണല്ലോ? അപ്പം വസ്തുവിനേക്കാൾ ചെറിയതുമായ വസ്തുവിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള വസ്തുവിന്റെ തല കുത്തനെയുള്ള, നമ്മൾ പഠിച്ചിട്ട് യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും, റിയൽ ഇമേജും അതേപോലെ ഫോൾസ് ഇമേജും. അത് ഏതാണ് ഫോം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. റെഡിയാണോ? ഓക്കെ, അങ്ങനെ ഉണ്ടാവും. നോക്കട്ടെ മക്കളെ, ഞാൻ അടുത്തുള്ള വസ്തുവിനെ നോക്കണം. അടുത്തുള്ള വസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം എന്താണ്? ഫോക്കസ് ദൂരം കുറവാണ്. അടുത്തുള്ള വസ്തു എന്ന് കേട്ടാൽ അപ്പൊ പറയും ഫോക്കസ് ദൂരം കുറവാണ്, കാരണം വസ്തു അകലം വളരെ കുറവാണ്. അതുകൊണ്ട് എന്തായിരിക്കും? അകലം വളരെ കുറവ്, ഫോക്കസ് ദൂരം കുറവായിരിക്കും. അടുത്തുള്ള വസ്തു അപ്പൊ തന്നെ മനസ്സിലാക്കുക ഫോക്കസ് ദൂരം കുറവ്. ഫോക്കസ് ദൂരം കുറയണമെങ്കിൽ തടിച്ച ലെൻസ് വേണോ മെലിഞ്ഞ ലെൻസ് വേണോ? ഞാൻ 2 ലെൻസ് വരക്കാം. നോക്ക അതൊന്നുകൂടി ഞാൻ മാറ്റി വരക്കാം. 1 മെലിഞ്ഞ ലെൻസ്, ഇത് നമ്മൾ ഓൾറെഡി വരച്ചതാട്ടോ, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താന്നുള്ളൂ. തടിച്ച ലെൻസ്, മെലിഞ്ഞ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് ഇങ്ങനെ പോയി കേന്ദ്രീകരിക്കും. തടിച്ച ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് ഇങ്ങനെ വന്ന് കേന്ദ്രീകരിക്കും. അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഞാൻ ഇവിടെ അടുത്തുള്ള വസ്തുവിനെ നോക്കണേ. അടുത്തുള്ള വസ്തുവാണ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു ഫോക്കസ് ദൂരം കുറവാണ്. ഫോക്കസ് ദൂരം കുറവായിരിക്കണമെങ്കിൽ തടിച്ച ലെൻസ് വേണോ മെലിഞ്ഞ ലെൻസ് വേണോ? ഫോക്കസ് ദൂരം കുറവായിരിക്കണമെങ്കിൽ തടിച്ച ലെൻസ് വേണോ മെലിഞ്ഞ ലെൻസ് വേണോ? തടിച്ച ലെൻസ് വേണം. അപ്പൊ ലെൻസിന്റെ വക്രത എന്താ? വളവ് എന്നാണ്. ലെൻസിന്റെ വളവ് കൂടുതൽ തടിക്കുമ്പോഴാണോ മെലിയുമ്പോഴാണോ? തടിച്ച ഇഡലിക്കാണോ മെലിഞ്ഞ ഇഡലിക്കാണോ വളവ് കൂടുതൽ ഉണ്ടാവുക? തടിച്ച ഇഡലിക്ക്. അതുകൊണ്ട് വളവ് കൂടുതലായിരിക്കും. അപ്പം അടുത്തുള്ള വസ്തുവിനെ നോക്കണമെങ്കിൽ അടുത്തുള്ള വസ്തു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഫോക്കസ് ദൂരം കുറവാണ്. ഫോക്കസ് ദൂരം കുറവാണെങ്കിൽ ലെൻസിന്റെ വക്രത എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. നല്ല തടിച്ച ലെൻസ് ആയിരിക്കണം. അപ്പം ലെൻസിന്റെ വക്രത അഥവാ കർവേച്ചർ ഓഫ് ലെൻസ് കൂടുതലായിരിക്കണം, അഥവാ തടിച്ച ലെൻസ് ആയിരിക്കണം. പറ മക്കളെ, ലെൻസ് തടിക്കണമെങ്കിൽ നമുക്കറിയാം ഈ ലെൻസിനെ എവിടെയാണ് കെട്ടിവെച്ചത്? ഇല്ലേ? ആരെ കൊണ്ടാണ് കെട്ടിവെച്ചത്? ലിഗമെന്റ്സ് കൊണ്ടാണ് കെട്ടിവെച്ചത്. ഞാൻ ലോറിന്റെ കയറിന്റെ കാര്യം പറഞ്ഞ ഓർമ്മല്ലേ? ഞാൻ തടിക്കണമെങ്കിൽ എന്നെ കെട്ടിവെച്ച കയറ് ടൈറ്റ് ആവണോ ലൂസ് ആവണോ? ഈ കയറ് ലൂസ് ആവുമ്പോഴാണ് ഞാൻ തടിക്കുക. അഥവാ സ്നായുക്കളെ എന്ത് ചെയ്യണം? അയയണം. എന്ത് ചെയ്യണം? അയയണം. അയയൊന്നു എന്നാണ് എഴുതുക. അയയൊന്നു അഥവാ ലൂസ് ആകുന്നു. പറ മക്കളെ, ഈ സാധനം ലൂസ് ആവണമെങ്കിൽ, ഈ കയറ് ലൂസ് ആവണമെങ്കിൽ ആ 2 ലോറിയും അടുത്തേക്ക് വരണോ അകലേക്ക് പോകണോ? ലോറി രണ്ടും അടുത്തേക്ക് വരുമ്പോഴാണോ വിട്ടേക്ക് പോകുമ്പോഴാണോ കയർ ലൂസ് ആവുക? 2 ലോറി അടുത്തേക്ക് വരുമ്പോൾ അടുത്തേക്ക് വരിക അഥവാ സങ്കോചിക്കുക അഥവാ കോൺട്രാക്ട് ചെയ്യുക. എന്ത് ചെയ്യാ? സങ്കോചിക്കുക. എന്ത് ചെയ്യാ? സങ്കോചിക്കുന്നു. എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു അഥവാ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ പറ മക്കളെ, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കസ് ദൂരം കുറവാണ്. ഫോക്കസ് ദൂരം കുറയണമെങ്കിൽ ലെൻസിന്റെ വക്രത കൂടണം. ലെൻസിന്റെ വക്രത കൂടണമെങ്കിൽ സ്നായുക്കൾ അയയണം. സ്നായുക്കൾ അയയണമെങ്കിൽ സിലിയറി പേശികൾ സങ്കോചിക്കണം. ഇങ്ങനെ പഠിച്ചാൽ മതി. പക്ഷെ നമ്മളുടെ എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയേണ്ടത്, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, അപ്പൊ ലെൻസിന്റെ വക്രത കൂടുന്നു, അപ്പൊ ഫോക്കസ് ദൂരം കുറയുന്നു. ഫോക്കസ് ദൂരം കുറഞ്ഞാൽ എനിക്ക് അടുത്തുള്ള വസ്തുവിനെ അടിപൊളിയായിട്ട് കാണാം. ഇംഗ്ലീഷ് മീഡിയക്കാർ പറ, നിയർ ബൈ ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, ലിഗമെന്റ്സ് ലൂസ് ആകുന്നു, അപ്പൊ സിലിയർ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പൊ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു.
ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് നിയർ ബൈ ഒബ്ജക്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്നാണ്. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അകലെയുള്ള വസ്തു എന്ന് പറയുന്നത്. പറമക്കളെ അകലെയുള്ള വസ്തു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഓർമ്മിച്ച് എന്താണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണമെങ്കിൽ ഈ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം നമുക്കറിയാം എന്താ, ലെൻസ് തടിച്ചതായിരിക്കണം, മെലിഞ്ഞതായിരിക്കണം, അഥവാ കർവേച്ചർ കുറവായിരിക്കണോ കൂടുതലായിരിക്കണോ, കർവേച്ചർ കുറവായിരിക്കണം അഥവാ മെലിഞ്ഞ ലെൻസ് ആയിരിക്കണം. കർവേച്ചർ കുറയണമെന്നുണ്ടെങ്കിൽ പറമക്കളെ ഇത് മെലിയണമെന്നുണ്ടെങ്കിൽ കയറ് ടൈറ്റ് ആവണോ ലൂസ് ആവണോ, ഇതിങ്ങനെ വലിക്കുമ്പോഴാണ് ലെൻസ് മെലിഞ്ഞ് വരിക. അപ്പൊ അഥവാ ലിഗമെന്റ്സ് ടൈറ്റ് ആവണോ ലൂസ് ആവണോ, ടൈറ്റ് ആവണം. എന്താ ചെയ്യണം, ടൈറ്റ് ആവണം അഥവാ എന്ത് ചെയ്യണം, വലിയണം. എന്ത് ചെയ്യണം, വലിയോന്നോ. പറമക്കളെ ഇത് വലിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തും കാണുമ്പോൾ സിലിയറി മസിൽസ് അടുത്തേക്ക് വരണോ അകലേക്ക് പോകണം. ലോറി വിട്ടേക്ക് പോകുമ്പോഴാണ്, അടുത്തേക്ക് വരുമ്പോഴാണ് കയറ് ടൈറ്റ് ആവുക. ആ ലോറി അങ്ങോട്ടും പോകും, ഈ ലോറി ഇങ്ങോട്ടും പോകും, അഥവാ വികസിക്കുന്നു. വികസിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക്, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരിക എന്ന് പറയാം. ലോറി സാധാരണ കൊലത്തിൽ നിൽക്കുന്നു, സ്ഥിരമുള്ള സ്ഥലത്ത് നിൽക്കുന്നു. ലോറി നിർത്തിയിട്ട സ്ഥലത്ത് നോർമലി നിർത്തിയിടുന്ന സമയത്ത് കയറ് ടൈറ്റ് ആയിട്ടുണ്ടാവുക. ലോറി അടുത്തേക്ക് വരുമ്പോൾ ലൂസാവും. റെഡിയാണോ? നമ്മൾ മനസ്സിലായ വലിയ എന്നുള്ളതിന് പകരം അഥവാ അകലേക്ക് പോവുക എന്നുള്ളൊരു പകരം നമ്മൾ എന്താ, ലോറി നിർത്തിയിരുന്ന സ്ഥലത്ത് അതേപോലെ നിർത്തിയിടുന്ന പറയാം. ലോറി നോർമലി നിർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ കയറ് ടൈറ്റ് ആണേ കാരണം. ലോറി നിർത്തേണ്ടിയോടത്ത് നിർത്തിയിട്ടാൽ തന്നെ കയറ് ടൈറ്റ് ആണേ കാരണം. ലോറി പിന്നെ റിവേഴ്സ് എടുക്കുക ചെയ്യാം. ലോറി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ പറയില്ല, പകരം എന്താ, നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നു. റിവേഴ്സ് എടുക്കുമ്പോൾ ഇത് സംഭവിക്കും, ഒറിജിനൽ സ്ഥലത്തേക്ക് തന്നെ പോകുമ്പോൾ ഇത് സംഭവിക്കും. റെഡിയാണല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മള് സിലിയറി പേശികൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയാന്നറിയോ. സിലിയറി പേശികള് പിന്നെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് പറയും. അല്ലെ നമുക്ക് എന്തെന്ന് പറയാം, വലിയുന്നു അല്ലെങ്കിൽ നിവരുന്നു എന്നൊക്കെ പറയാം. പകരം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നാ പറയാം, റിലാക്സ്ഡ് ആവുന്നു. റെഡിയാണോ? അപ്പം സിലിയറി പേശികൾ എന്ത് ചെയ്യുന്നു, സാധാരണ നിലയിലേക്ക് വരുന്നു. സാധാരണ നിലയിലേക്ക് വരുന്നു മീൻസ് അടുത്തേക്ക് വരിക എന്നുള്ളതിനെ സങ്കോചിക്കുക എന്ന് പറയും. അത് പഴയ പോലെ അങ്ങനെ തന്നെ പോകും. റെഡിയാണല്ലോ? അപ്പൊ സിലിയറി പേശികൾ എന്ത് ചെയ്യുന്നു, സാധാരണ നിലയിലേക്ക് വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ കയറൊക്കെ വലിയുന്നു. കയറ് വലിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലെൻസിന്റെ വക്രത കുറയുന്നു. ലെൻസിന്റെ വക്രത കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ദൂരം കൂടുന്നു. ഫോക്കസ് ദൂരം കൂടി എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് നല്ല അകലെയുള്ള വസ്തുവിനെ നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്നാണ്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. പറ മക്കളെ, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി പേശികൾ സാധാരണ നിലയിലേക്ക് വരുന്നു അഥവാ റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് വരുന്നു. അപ്പം ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ എന്ത് ചെയ്യുന്നു, വലിയുന്നു. സ്നായുക്കൾ വലിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ലെൻസിന്റെ വക്രത കുറയുന്നു. ലെൻസിന്റെ വക്രത കൂടുമ്പോൾ ഫോക്കസ് ദൂരം കൂടുന്നു. ഈ ഒരു സാധനം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് കണ്ണിലെ വേറെ കുറച്ച് പ്രത്യേകത നോക്കുക. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാട്ടോ. ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ശ്രദ്ധിച്ചോളി. വസ്തുവിൽ നിന്ന്, ഇതാണ് ഒരു വസ്തു, അതിൽ നിന്ന് നമ്മളെ കണ്ണിന്റെ ലെൻസിലേക്കുള്ള അകലം അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ചു. അടുത്തുള്ള വസ്തുവിനെ നോക്കുക, അകലെയുള്ള വസ്തുവിനെ നോക്കുക. പറ മക്കളെ, അടുത്തുള്ള വസ്തുവിനെയാണ് നോക്കണതെങ്കിൽ അപ്പൊ വസ്തുവിലേക്കുള്ള അകലം കുറവാണ്. ഇനി അങ്ങനെ ചിത്രം മാറ്റി വരും കേട്ടോ. ഒന്നാമത്തെ കേസിൽ എന്താ, വസ്തുവിലേക്കുള്ള അകലം കുറവാണ്. വസ്തുവിലേക്കുള്ള അകലം കുറവായിരിക്കുമ്പോൾ പറ മക്കളെ, നമ്മൾ ലെൻസ് തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ ഉണ്ടായിരുന്നേ, ലെൻസ് തടിച്ചിട്ടാണ്, അഥവാ വക്രത കൂടുതലായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ വസ്തുവിലേക്കുള്ള അകലം കൂടി അഥവാ അകലെയുള്ള വസ്തുവിനെ നോക്കി. അപ്പൊ പറ മക്കളെ, അതിന് നോക്കാൻ വേണ്ടി നമ്മൾ ലെൻസിന്റെ വക്രത എങ്ങനെയായിരുന്നു, കൂടുതലായിരുന്നോ കുറവായിരുന്നോ? ലെൻസിന്റെ വക്രത അഥവാ കർവേച്ചർ ഓഫ് ലെൻസ് കുറവായിരുന്നു. ഇത് ലെൻസ് സ്വയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ആരെങ്കിലും കൂട്ടിയൊക്കെ കുറച്ചൊക്കെ വേണോ, വക്രത കൂടട്ടെ വക്രത കുറയട്ടെ നമ്മൾ പറഞ്ഞതാണോ? അല്ല. സിലിയറി പേശികളുടെയും സ്നായുക്കളുടെയും സഹായത്തോട് ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്തേക്കാണ്. ഇങ്ങനെ വസ്തുവിലേക്കുള്ള അകലം കുറയുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുകയും വസ്തുവിലേക്കുള്ള അകലം കൂടുമ്പോൾ ലെൻസിന്റെ വക്രത കുറയുകയും ചെയ്യും. അങ്ങനെ ഘട്ടങ്ങൾക്ക് ആകെ ബേജാറാവും. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസ് തടിച്ചിരിക്കും, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസ് മെലിഞ്ഞിരിക്കും. ഇങ്ങനെ
വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ സ്വയം മാറ്റം വരുന്നു. അതുവഴി എന്തു മാറ്റുന്നു? ഫോക്കസ് ദൂരം മാറ്റുന്നു. പറ, ഈ ഒരു കണ്ടീഷനിൽ ലെൻസിന്റെ വക്രത കൂടുമ്പോ ഫോക്കസ് ദൂരം കുറഞ്ഞേക്കാണ്. ഫോക്കസ് ദൂരം കുറഞ്ഞേക്കാണ്. ഇവിടെയോ ഫോക്കസ് ദൂരം കൂടിയേക്കാണ്. അല്ലേ? അത് ഇവിടെ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ആളുടെ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം, കണ്ണിൽ നിന്ന് മീൻസ് കണ്ണിന്റെ ലെൻസ്, വസ്തുവും ലെൻസും തമ്മിലുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസ് അയാളുടെ വക്രതയിൽ മാറ്റം വരുത്തുകയും അതുവഴി ഫോക്കസ് ദൂരം മാറ്റുകയും ചെയ്യും. ഈ കണ്ണിന്റെ കഴിവ്, ഇത് കണ്ണിനുള്ള ഒരു കഴിവാണ്. കണ്ണ് സ്വയം ചെയ്യും. അപ്പൊ നമ്മൾ ക്യാമറക്ക് എന്താ ചെയ്യുക? ക്യാമറയ്ക്ക് നമ്മൾ ഇങ്ങനെ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളെ കണ്ണിന് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യല്ലോ. കണ്ണ് വെച്ച് തിരിച്ചിലുണ്ടോ? ഇല്ല. ഇത് കണ്ണ് സ്വയം ചെയ്യും. ഇങ്ങനെ കണ്ണ് സ്വയം വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ണിന്റെ ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത. എന്താ വിളിക്കുക? സമഞ്ജനക്ഷമത. അപ്പൊ എന്താ സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാല്? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത. ഞാനൊന്നുകൂടി പറയാം. വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് സമഞ്ജനക്ഷമത. റെഡിയാണല്ലോ? അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? എബിലിറ്റി ഓഫ് ഐ, കണ്ണിന്റെ കഴിവ്, ടു അഡ്ജസ്റ്റ് ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവ്. എങ്ങനെ? ബൈ അഡ്ജസ്റ്റിംഗ് കർവേച്ചർ ഓഫ് ലെൻസ്, ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. എന്തിനനുസരിച്ച്? ബൈ ഇൻ അക്കോർഡൻസ് വിത്ത്, എന്തിനനുസരിച്ച്? ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ്, അല്ലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനനുസരിച്ച് കർവേച്ചർ ഓഫ് ലെൻസ് അഡ്ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അതുവഴി ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ആ കണ്ണിന്റെ കഴിവിനെ നമ്മൾ വിളിക്കും പവർ ഓഫ് അക്കോമഡേഷൻ. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ? പവർ ഓഫ് അക്കോമഡേഷൻ. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയാ? പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ ഡെഫിനിഷൻ ആക്കി പറയാ? എബിലിറ്റി ഓഫ് ഐ, കണ്ണിന്റെ കഴിവ്. എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ലെൻസ്, ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ലെൻസ് ഇൻ അക്കോർഡൻസ് വിത്ത്, എന്തിനനുസരിച്ച്? ഇൻ അക്കോർഡൻസ് വിത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അല്ലെ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ദ റെറ്റിന, റെറ്റിനയിലേക്ക് അല്ലെങ്കിൽ ടു ദ ഐ, കണ്ണിലേക്കുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് ലെൻസിന്റെ വക്രത അഥവാ കർവേച്ചർ ഓഫ് ലെൻസ് അഡ്ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അതിനനുസരിച്ച് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് പവർ ഓഫ് അക്കോമഡേഷൻ. റെഡിയാണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയ എപ്പോഴും ഒരു മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. സമഞ്ജനക്ഷമത എന്നാൽ എന്ത്? അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്നാൽ എന്ത്? എന്തിനനുസരിച്ച്? വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്നു സമഞ്ജനക്ഷമത. എബിലിറ്റി ഓഫ് ഐ ടു അഡ്ജസ്റ്റ് ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ലെൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. റെഡിയാണല്ലോ? ഇനി ഇതേപോലെ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ദ്വിനേത്ര ദർശനം. ദ്വിനേത്ര ദർശനം, ദ്വിനേത്ര ദർശനം. ഇംഗ്ലീഷിൽ നമ്മൾ പറയും ബൈനോക്കുലാർ, ബൈനോക്കുലാർ വിഷൻ, ബൈനോക്കുലാർ വിഷൻ. എന്താ മക്കളെ ബൈനോക്കുലാർ വിഷൻ? ഇവിടെ നോക്കാം. എനിക്ക് രണ്ട് കണ്ണുണ്ടല്ലോ. നിങ്ങളാലൊക്കെ എന്തിനാ രണ്ട് കണ്ണ് പഠിച്ചത് നമുക്ക് തന്നത്? എന്ത് രണ്ട് കണ്ണെന്നാ അറിയോ? എന്റെ രണ്ട് കണ്ണിൽ ഒരേ സാധനമാണ് ഞാൻ കാണുന്നത്? അല്ല. ഞാനിപ്പോ എന്റെ മുന്നിലുള്ള ക്യാമറയെ നോക്കുന്നു. ഞാൻ ഈ കണ്ണടച്ച് നോക്കി, ദെൻ ഈ കണ്ണോട് നോക്കി. ഞാൻ മാറി മാറി നോക്കുമ്പോൾ ഈ ക്യാമറ ഒന്ന് അങ്ങോട്ട് നിൽക്കുന്നു, ഒന്ന് ഇങ്ങോട്ട് നിൽക്കുന്നു. ഇതിങ്ങനെ മാറി കളിക്കണ കാണാം. ഞാൻ ഏതൊരു വസ്തുവിനെ നോക്കുമ്പോൾ അങ്ങനെ കാണാം. ഈ കണ്ണില് ഞാൻ വസ്തുവിനെ കുറച്ച് ഈ സൈഡിലായിട്ടാണ് കാണാം.
ഈ കണ്ണില് വസ്തുവിനെ ഈ കുറച്ച് ഈ സൈഡിലിട്ട് കാണാം. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളെ വണ്ടിന്റെ ഹെഡ്ലൈറ്റ്, നിങ്ങൾ കാർ ഓടിക്കാന്ന് വിചാരിക്കും, കാറിന്റെ ഹെഡ്ലൈറ്റ് ഇത് മാത്രമാണ് ഓൺ ആയിരിക്കുന്നത്. വലത് സൈഡിലാണ് ഓൺ ആയി കിടക്കണമെങ്കിൽ ഈ സൈഡാണ് അത് കൂടുതൽ കാണിക്കുക. ഈ സൈഡിക്ക് ശരിക്കും കാണോ? ഇല്ല. ഈ ഹെഡ്ലൈറ്റ് ഓണാകുമ്പോഴോ ഈ സൈഡത്തോ ആണ് കൂടുതൽ കാണാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഓണാകുമ്പോഴോ ഈ സൈഡും കാണാം ഈ സൈഡും കാണാം. ഇത് രണ്ടായിട്ടാണ് കാണല്? അല്ല, ഒന്നായിട്ടാണ് കാണാം അല്ലേ? രണ്ട് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യണായിട്ടാണ് തോന്നുക? അല്ല, ഒരൊറ്റ ഹെഡ്ലൈറ്റ് വഴി ഒന്നായിട്ട് കാണാനായിട്ട് നമുക്ക് തോന്നാം. അതന്നെയാണ് നമ്മൾ കണ്ണിന് പ്രത്യേകത. രണ്ട് കണ്ണിലും ഫോം ചെയ്യുന്ന പ്രതിബിംബം അഥവാ ഇമേജ് രണ്ടെണ്ണാണ്. രണ്ട് ഇമേജ് ആണ് രണ്ട് കണ്ണിലും ഫോം ചെയ്യുക. രണ്ടിലും കൂടി ഒന്നാണോ? അല്ല. പക്ഷെ നമ്മൾ അത് അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാ ഈ ഒരു പേന ഇത് മുന്നിൽ ഇങ്ങനെ വെച്ചു. ഈ കണ്ണോട് നോക്കുമ്പോൾ ഈ പേന കുറച്ച് ഈ സൈഡിലാണ്. അപ്പോൾ ഈ പേനലിൽ ലൈറ്റ് നിന്ന് തട്ടി അത് റിഫ്ലക്ട് ചെയ്തു, പ്രതിപതിച്ച് എന്റെ കണ്ണിൽ വന്നു. ഈ കണ്ണിന്റെ പ്രകാശഗ്രാഹി കോശം അതിനെ റിസീവ് ചെയ്തു, അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ റിസീവ് ചെയ്ത് ഇമ്പൾസ് ആക്കി. ആ ഇമ്പൾസ് നേരെ ഒപ്റ്റിക് നിർവ്വത നേത്രനാടി വഴി സെറിബ്രത്തേക്ക് പറഞ്ഞു വെച്ചു. ഇനി ഈ കണ്ണോട് നോക്കുമ്പോഴോ ലൈറ്റ് വന്നിട്ട് ഈ കണ്ണിൽ തട്ടി വന്ന് ഇമ്പൾസ് അങ്ങനെ ബ്രെയിനിക്ക് പോയി. അപ്പൊ സെറിബ്രത്തിന് കൈക്ക് രണ്ട് ഇമ്പൾസ് വരുന്നുണ്ട്. ഒന്നോ വലത് കണ്ണിന്ന് വരുന്നത്, രണ്ടോ ഇടത് കണ്ണിന്ന് വരുന്നത്. ബ്രെയിനിന്റെ സെറിബ്രം എന്തെന്ന് അറിയോ? ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒറ്റൊന്നാക്കി കാണിച്ചു തരും. അപ്പൊ രണ്ട് കണ്ണിലും രണ്ട് ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ കൂടെ നമ്മൾ ബ്രെയിൻ അതിനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റുന്നു. ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന, ഈ പ്രത്യേകത കഴിവല്ല, ഈ പ്രത്യേകത നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിനേത്ര ദർശനം. രണ്ട് നേത്ര കണ്ണ്, രണ്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ച. ദർശനം എന്ന കാഴ്ച, രണ്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ച, പക്ഷെ അത് ഒന്നാക്കി മാറ്റുന്നു. അത് നമ്മൾ വിളിക്കും ബൈനോക്കുലാർ വിഷൻ. റെഡിയാണല്ലോ? എന്തിനാ ബൈനോക്കുലാർ വിഷൻ കൊടുക്കുന്നത്? നമുക്ക് ഒറ്റ കണ്ണനെ പോരെ, ഒരു കണ്ണനെ മതി. ശരിയാണ്, ഒരു കണ്ണുണ്ടെങ്കിലും സുഖമായിട്ട് കാണാം. ഒരു കണ്ണ് മാത്രമുള്ള ആൾക്കാർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം. രണ്ട് കണ്ണുകൊണ്ടുള്ളതും ഒരു കണ്ണുകൊണ്ടുള്ള നമ്മൾ മാറ്റുണ്ട്. ഒന്നാമത് എന്താ, ഈ കണ്ണ് മാത്രമാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഈ ഏരിയയാണ് കാണാം, ഈ ഏരിയ കുറച്ച് കുറവേ കാണും. അത് മാത്രമല്ല പ്രശ്നം. അപ്പൊ തല കുറച്ച് തിരിച്ചു പിടിച്ചാൽ പോരെ, അപ്പൊ ഇവിടെ കൂടി കാണാൻ. പ്രശ്നം അതല്ല. ഞാൻ ഈ പേന നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വെക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കട്ടോ. എന്താണെന്നറിയോ? ഞാനിപ്പോ ഈ പേന മുന്നിൽ വെച്ചു, എന്നിട്ട് ഞാൻ വേറെ ആളോട് പറയണം ഇതൊന്ന് വന്ന് പിടിക്കുക. ഞാൻ ഇപ്പൊ തൽക്കാലത്ത് എന്നോട് തന്നെ പറയുന്നു, ഞാൻ വന്നിട്ട് സുഖമായിട്ട് ഇതിപ്പോ ഇങ്ങനെ പിടിക്കും. പക്ഷേ ഞാൻ ഒരു കണ്ണ് അടച്ചു പിടിച്ചതിന് ശേഷം ഈ പേന മുന്നിൽ വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വന്ന് പിടിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് പോയിട്ട് പിടിക്കാൻ പറ്റില്ല. കാരണം ഈ പേന എന്നിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് പറ്റും. കാരണം എന്റെ ഈ കൈ പറയും എന്റെ കൈ ഇത്ര അകലത്തിലാണ്, അതുകൊണ്ട് ഈ കൈ അത്ര അകലത്ത് കൊണ്ടുപോയാൽ മതി. നിങ്ങൾ പേന പിടിച്ച് വേറെ ആളോട് ഇത് ചെയ്യാൻ പറയാം. ആദ്യം രണ്ട് കണ്ണ് കൊണ്ടുവന്ന് നോക്കുക, എന്നിട്ട് വന്ന് പിടിക്കാൻ പറയാം. ആൾ സുഖമായിട്ട് പിടിക്കും. എന്നിട്ട് ആളോട് ഒരു കണ്ണടക്കാൻ പറയാം. എന്നിട്ട് ഈ പേന ഒന്നിങ്ങനെ അങ്ങനെ ചലിപ്പിച്ചതിന് ശേഷം ഒരു വേറെ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇനി ഇതൊന്ന് പിടിച്ചാൽ ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കിയിരുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ തപ്പി ഇങ്ങനെ തെരഞ്ഞിട്ട് അങ്ങനെ പിടിക്കാം. കാരണം വസ്തുവിലേക്കുള്ള അകലം അയാൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നടന്നു പോണ സമയത്ത് റോഡിലൊരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് നമ്മൾ കൃത്യമായിട്ട് കവച്ചു വെക്കും. കാരണം എന്താ, ആ കല്ല് ഏകദേശം എത്ര അകലത്തിലാന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഒരു കണ്ണ് മാത്രം കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു നോക്കി ആ കല്ല് കൃത്യമായിട്ട് എത്ര അകലത്തിലാന്ന് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കല്ല് എടുത്ത് ചാടുമ്പോൾ നേരെ കല്ലുമലാണ് എന്നെ ചവിട്ടാൻ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ വസ്തുവിലേക്കുള്ള അകലം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് രണ്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. ഒരു കണ്ണ് മാത്രമുള്ള ആൾക്ക് ആ ഒരു കഴിവുണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് അയാൾക്ക് ജനിക്കുമ്പോഴേ ഒരു കണ്ണേ ഉള്ളെങ്കിൽ അയാളുടെ ജീവിതം കൊണ്ട് അയാൾ പഠിച്ചെടുക്കും. ഇവിടെയാണ് ഇത് കാണണമെങ്കിൽ ശരിക്കും അത് അവിടെയാണ്. എനിക്കിപ്പോൾ അത് ഒരു 10 മീറ്റർ അകലത്തിലാണ് കാണുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ 12 മീറ്റർ അകലത്തിലാണ് അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് കിട്ടും. എന്നല്ലാതെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിവുണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബൈനോക്കുലാർ വിഷൻ. റെഡിയാണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ 3rd പാർട്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1, പ്രകാശ തീവ്രതക്കനുസരിച്ച് കണ്ണിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്. 2, നമ്മൾ വസ്തുവിലേക്കുള്ള അകലം മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് കണ്ണിലെ മാറ്റങ്ങൾ വരുന്നത്. 3, നമ്മൾ പറഞ്ഞു എന്താണ് സമഞ്ജനക്ഷമത എന്ന്. 4, നമ്മൾ പറഞ്ഞു എന്താണ് ദ്വിനേത്ര ദർശനം. ഈ 4 ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കാണുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, അതേപോലെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിൽ വീണ്ടും കാണാം.